നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പ്രിയപുത്രനടക്കം വേണ്ടപ്പെട്ടവർ ഏവരും മരണപ്പെട്ട ശേഷം കോപാകുലനായ രാവണൻ രാമനെ നേരിടുന്നു. അതിഘോരമായ യുദ്ധത്തിനൊടുവിൽ ദശാസ്യൻ കൊല്ലപ്പെടുന്നു. അങ്ങനെ രാമാവതാര ലക്ഷ്യം ഏതാണ്ട് പൂർണ്ണമാകുന്നു. ഈ ഭാഗങ്ങളാണ് ഇന്നത്തെ രാമായണ പാരായണ വിഷയം. കേൾക്കാം. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർനടത്തിയിടു നീ. മാതലി തേരതിവേഗേന കൂട്ടിനാൻ ഏതുമേ ചഞ്ചലമില്ല ദശാസ്യനും. മൂടി പൊടികൊണ്ടു ദിക്കുമുടനിടകൂടി ശരങ്ങളുമെന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെയ്തിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞുമകന്നും വലം വച്ചുമേറ്റുമിടം വച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളികളുടെ യുദ്ധകൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല. നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലീ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നു നന്നെന്നു തെളിഞ്ഞിതു നാരദൻ. പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനി താനും വിറച്ചിതു പാരമായി. പാഥോനിധിയുമിളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിടിനാർ. അമ്പുധിയോടൊന്നെതിർക്കിലും അമ്പരമമ്പരത്തോടെതിർത്തിയിടിലും രാഘവ രാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളും. അന്നേരത്തു രാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രയിലിട്ടാനതു നേരം. അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും. ഉണ്ടായിതപ്പോഴതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. ഇത്തം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തല 10നും.
രാത്രിഞ്ചരാധിപൻ തൻ്റെ തപോബലം. ചിത്രം വിചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വൻപരാം, മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതി നിഷ്ഠുരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായതി ദശകണ്ഠനെ കൊല്ലുവാൻ. കണ്ടീല ഉപായവുമേതുമൊന്നീശ്വര, ചിന്തിച്ചു രാഘവൻ പിന്നെയും ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം. കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാൻ. ഏതും വിഷാദമുണ്ടായ ഗായിക മാനസേ. മുന്നം അഗസ്ത്യതപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ. പൈതാമഹാസ്ത്രമതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീതെന്നോടിനി കൊന്നിടുവൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പുക്കുചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയം അന്നേരം. രാവണാന്ത്യത്തിന്റെ വിശകലനമാണ് ഇനി കേൾക്കാം. ഇന്ദ്രജിത്തിൻ്റെ ഒക്കെ മരണത്തിന് ശേഷം രാവണൻ തന്നെ നേരിട്ട് ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. രാവണൻ്റെ സൈന്യങ്ങളെല്ലാം ആദ്യം ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വന്നു. ഈ സൈന്യത്തിൻ്റെ നീക്കം കണ്ടപ്പോൾ വാനരസേന ആദ്യം ഒന്ന് അമ്പരന്നു. ഇവരുടെ ഈ അമ്പരപ്പ് കണ്ടിട്ടാവണം ഭഗവാൻ വാനരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്, അവരോട് യുദ്ധം ചെയ്യരുത്. എന്നിട്ട് ഭഗവാൻ ഏകനായിട്ട് ആ വൻപടയ്ക്ക് നടുവിലേക്ക് എടുത്തു ചാടുക. എന്നിട്ട് അതിഘോരമായിട്ടുള്ള യുദ്ധമാണ് ഇവർ തമ്മിലുണ്ടാവുന്നത്. ഭഗവാൻ മേഘത്തിൽ നിന്ന് എപ്രകാരമാണോ ജലം താഴത്തേക്ക് വർഷിക്കുന്നത് അതേമാതിരി ശരമാരി തൂവാണ്. അന്തരീക്ഷത്തിൽ മുഴുവൻ ശരങ്ങളാണ്, ശരവർഷമാണ്. അവസാനം മേഘത്തു നിന്ന് ആ മേഘപാളികൾ നീക്കി സൂര്യൻ എപ്രകാരമാണോ ദൃശ്യമാവണത് അതേമാതിരി ശ്രീരാമചന്ദ്രസ്വാമിയുടെ ഹിന്ദുമണ്ഡല സമാനമായിട്ടുള്ള മുഖം പ്രത്യക്ഷപ്പെടുകയാണ്. ആ സർവ്വരക്ഷോഗണത്തെയും ഒടുക്കിയിട്ടുള്ള ആ ഭഗവാന്റെ സ്വരൂപം. ഇത്രയും സൈനികർ മരണപ്പെട്ടത് കണ്ടിട്ട് പുരവാസികൾ മുഴുവൻ വാവിട്ട് നിലവിളിക്കുക. എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് രാവണനെയാണ്. ചിലർ പറഞ്ഞു ശൂർപ്പണഖയാണ് കാരണം. പക്ഷെ രാവണൻ പിന്മാറാൻ തയ്യാറായില്ല. യുദ്ധത്തിനായിട്ട് സന്നദ്ധനായിട്ട് പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് ധാരാളം ദുർനിമിത്തങ്ങൾ കാണുക. ഈ ദുർനിമിത്തങ്ങളൊന്നും വകവെക്കാണ്ട് രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ഭഗവാനുമായിട്ട് അതികഠിനമായിട്ടുള്ള അതിഘോരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. രണ്ടുപേരും അതിശക്തമായിട്ടുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ബാണങ്ങൾ രാവണനെ വധിക്കും എന്ന് തോന്നിയപ്പോൾ രാവണൻ്റെ തേരാളി ആ തേര് തിരിച്ച് യുദ്ധഭൂമിയിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോയി. ഇത് കണ്ടപ്പോൾ ഏറെ ക്രുദ്ധനായിട്ട് രാവണൻ ചോദിച്ചു, നിനക്ക് എൻ്റെ കഴിവിൽ വിശ്വാസമില്ലാണ്ടായോ?
നീ എൻ്റെ പക്ഷത്താണോ അതോ രാമൻ്റെ പക്ഷത്താണോ? അപ്പോൾ തേരാളി വളരെ ശാന്തനായിട്ട് രാവണനോട് പറഞ്ഞു, അങ്ങയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഈ കാര്യം ചെയ്തിട്ടുള്ളത്. അങ്ങ് യുദ്ധത്തിൽ ക്ഷീണിതനാണെന്ന് തോന്നിയപ്പോൾ അങ്ങക്ക് യാതൊരു വിധത്തിലും ആപത്തില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യുദ്ധഭൂമിയിൽ നിന്ന് ദൂരേക്ക് തേര് കൊണ്ടുപോയത്. അപ്പോഴേ രാവണൻ വളരെ പ്രസന്നനായിട്ട് ഒരു കൈവള ആ തേരാളിക്ക് നൽകി. ഈ സമയത്താണ് അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഭഗവാനോട് ആദിത്യദേവനെ പറ്റിയിട്ട് സൂര്യദേവനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സൂര്യദേവനെ സ്തുതിച്ചിട്ട് ആദിത്യ ഹൃദയ മന്ത്രം പറഞ്ഞു കൊടുത്തു. ഈ ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലിയിട്ട് വേണം രാവണനെ വധിക്കാൻ എന്നുള്ളൊരു ഉപദേശവും കൊടുത്തു. തൊട്ടടുത്ത ദിവസം ശ്രീരാമചന്ദ്രസ്വാമിയുടെ തേരാളിയായിട്ട് മാതിലിയുണ്ട്. യുദ്ധത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി രാവണൻ്റെ കൊടിയടയാളം തകർത്തു. രാവണനാണെങ്കിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രഥത്തിൽ ആ രഥത്തെ നയിക്കുന്ന മാതിലിയെയും വാജികളെ കുതിരകളെയുമാണ് ആദ്യം ലക്ഷ്യം വെക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ യുദ്ധം രാവണനും ശ്രീരാമചന്ദ്രസ്വാമിയും തമ്മിൽ മാത്രമല്ല, ഈ തേരാളികളുടെ കർമ്മകുശലത കൂടി കാണിച്ചു തരുന്നതാണ്. കൗശല്യത്തോടെ കാര്യങ്ങൾ ചെയ്യുന്ന ഈ രണ്ട് തേരാളികളുടെയും പ്രവൃത്തി ഈ യുദ്ധത്തെ വേറിട്ടതാക്കി മാറ്റുന്നുണ്ട്. പൗലസ്ത്യനും രാഘവനും തമ്മിലുള്ള ഈ യുദ്ധം ഒന്ന് മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തതാണ്. അങ്ങനെയാണ് ദേവന്മാർ പറയുന്നത്. സാഗരം സാഗരത്തോട് യുദ്ധം ചെയ്യണത് മാതിരി, ആകാശം ആകാശത്തോട് യുദ്ധം ചെയ്യണത് മാതിരി രാഘവ രാവണ യുദ്ധത്തിന് സമം രാഘവ രാവണ യുദ്ധം മാത്രം. അവസാനം ശ്രീരാമചന്ദ്രസ്വാമി രാവണൻ്റെ ഒരു തല 10 തലകളിൽ ഒന്ന് അറുത്തു വീഴ്ത്തി. എപ്രകാരമാണോ ആ തല ഭൂമിയിൽ സ്പർശിച്ചത്, ആ ഒരു നിമിഷം അടുത്ത തല മുളച്ചു വന്നു. ഭഗവാൻ രാവണന് മരണം ഉണ്ടാവണില്ല എന്ന് കണ്ടിട്ട് ആകെ ദുഃഖിതനായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് മാതിലി പറഞ്ഞത്, അഗസ്ത്യമുനി തന്നിട്ടുള്ള അസ്ത്രം ഉപയോഗിച്ചിട്ട് ഇയാളെ കൊല്ലാം. അങ്ങനെ അഗസ്ത്യമുനി പറഞ്ഞു കൊടുത്തിട്ടുള്ള മന്ത്രം ചൊല്ലി ബ്രഹ്മാസ്ത്രത്തെ ആവാഹിച്ച് ആ രാവണൻ്റെ ഹൃദയദേശത്തേക്കാണ് ഭഗവാൻ അസ്ത്രം തൊടുക്കുന്നത്. ആ അന്ധക്കരണ ശുദ്ധി കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാനാവൂ, ദുർവാസനകൾ ഇല്ലാണ്ടാക്കാനാവൂ. അങ്ങനെയുള്ള സമർപ്പണത്തെ, അന്ധക്കരണ ശുദ്ധിയെ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ നമസ്കരിച്ച് ഇന്നത്തെ അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധി തീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു ഘോരരാവണൻ തന്നെ കൊന്നു ഞാൻ ഭൂമണ്ഡല. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഏവർക്കും നന്ദി.